ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കഥ നമ്മുടെ ജീവിതത്തിലൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ, മക്കൾ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് പോകാറുണ്ടോ? വർഷിപ്പ് ചെയ്യാൻ പോകാറുണ്ടോ? പോറില്ലേ? അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവിടെ ചെയ്യാറ്? പോയിട്ട് ഒന്നല്ലെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് എന്തെങ്കിലും വിശക്കുക കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പയുടെയും അമ്മയുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് അവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ? അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കളറുള്ള ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളോ എന്തെങ്കിലും തുറന്നു വെച്ച് അതിലെ പിക്ചേഴ്സ് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും വാക്യങ്ങൾ പേനയും കൊണ്ടോ പെൻസിലും കൊണ്ടോ എഴുതും. അതും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഉറക്കെ പാടും. ഇനി ഇതൊക്കെ ചെയ്താലും പെട്ടെന്ന് തീരില്ല അല്ലേ? നമ്മൾ ആരാധിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ആരാധന, അത് കഴിഞ്ഞ് പിന്നെ സൺഡേ സ്കൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കണം. അങ്ങനെയല്ലേ? കുറേ കഴിയുമ്പോൾ മക്കൾ അപ്പയോടോ അമ്മയോടോ ചോദിക്കും, അപ്പാ പോവാറായോ, തീരാറായോ? ചോദിക്കാറുണ്ടോ അങ്ങനെ? അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന മക്കൾക്കുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ അത്ര രസമുണ്ടാവില്ല, ഇല്ലെങ്കിൽ ആ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അത്രയും നേരം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആയിരിക്കും കാരണങ്ങൾ. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോവുക, മൂത്രമൊഴിക്കാൻ പോവുക, ബാത്റൂമിൽ പോവുക, അങ്ങനെ ഓരോ കാരണം പറഞ്ഞ് എങ്ങനെ ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാമെന്നുള്ളതാണ് മക്കൾ ചിന്തിക്കുക അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കേൾക്കാനുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആരാധനാ യോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വർഷിപ്പ്, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ, ഓരോ മീറ്റിങ്ങുകളും നടക്കുന്നതിന് ഓരോ ക്രമങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ ക്രമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ബൈബിളിൽ വായിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് നടക്കുമ്പോൾ മക്കൾക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പറ്റാണ്ടിരുന്ന ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത്. പറ്റാണ്ടിരുന്നതെന്നല്ല, മക്കളൊക്കെ ചെയ്യുന്നത് പോലെ നടന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് പുതിയ നിയമത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. പുതിയ നിയമത്തിൽ പൗലോസ് കുറേ ആൾക്കാർ ഒരാഴ്ച തൊട്ടതിൻ്റെ ആദ്യത്തെ ദിവസം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കൂടിയിരിക്കുകയാണ്. അങ്ങനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അവരിൽ പ്രസംഗം പറയാൻ ചെന്ന് നിന്നത്, ഈ ആരാധന കഴിഞ്ഞ് പ്രസംഗിക്കാൻ വേണ്ടി ചെന്ന് നിന്നത് പൗലോസായിരുന്നു. പൗലോസിന് മറ്റൊരു ദിവസം എവിടെയോ പോകാനുള്ളത് കൊണ്ട് പൗലോസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് കുറേ നേരം പ്രസംഗിച്ചു. പ്രസംഗം എന്ന് കേൾക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഈ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ ഒത്തിരി നേരം ഒരാൾ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് അന്നത്തെ ദിവസം പൗലോസും പ്രസംഗിച്ചത്. അപ്പോൾ പൗലോസ് പ്രസംഗിച്ചു. നേരത്തെ തുടങ്ങിയപ്പോൾ രാത്രിയായിട്ടും പ്രസംഗം തീർന്നിട്ടില്ല. അപ്പോൾ ഇവർ ഇരുന്നോടത്തെല്ലാം വിളക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു യൗവനക്കാരൻ എന്നാണ് പറയുന്നത്. അതായത് യൗവനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആളവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്തിക്കോസ് എന്നായിരുന്നു പേര്. എന്തായിരുന്നു പേര്? യൂത്തിക്കോസ് എന്നായിരുന്നു ആ ആളുടെ പേര്, ആ യൗവനക്കാരൻ്റെ പേര്. അപ്പോൾ പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗം അങ്ങ് നീണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്തിക്കോസ് അവിടെ അവൻ ഒരു വാതിലിൻ്റെ കിളിവാതികളുടെ സൈഡിലാണ് ഇരുന്നത്. അവിടെ ഇരുന്ന് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവൻ ഉറങ്ങാൻ തുടങ്ങി. അവൻ നല്ല ഉറക്കത്തിലായി. പൗലോസ് അവിടെ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പ്രസംഗിക്കുന്ന സമയത്ത് ഇവൻ ഇവിടെ കൂർക്കം വലിച്ച് ഉറക്കമാണ്. അപ്പോൾ ചുറ്റും പുറവും നടക്കുന്ന ഒന്നും അവൻ അറിയുന്നില്ല. അവൻ
അത്ര ഉറക്കത്തിലായി. ഇടയ്ക്ക് എപ്പോഴോ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ഇരുന്ന ആ കിളിവാതിക്കൽ നിന്ന് താഴെ വീണു. അയ്യോ, താഴെ വീണു കഴിഞ്ഞിട്ട് എന്തു പറ്റി? അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്നവർ അവനെയും പൊക്കിയെടുത്തുകൊണ്ട്, ഈ മരിച്ച ആളെയും പൊക്കിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന പൗലോസിൻ്റെ മുന്നിലോട്ട് വന്നു. ഈ പൊക്കിക്കൊണ്ട് വന്ന യൂത്തിക്കോസിനെ പൗലോസ് അടുത്ത് ചെന്ന് അവൻ്റെ മേത്ത് വീണ് അവനെ ഒന്ന് തൊട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവൻ മരിച്ചിട്ടില്ല, ഇവനിൽ പ്രാണനുണ്ട് എന്ന് പറഞ്ഞ് പൗലോസ് വീണ്ടും തിരിച്ചു പോയി. പൗലോസ് കാര്യങ്ങളെല്ലാം ചെയ്തു, പ്രസംഗവും കാര്യങ്ങളൊക്കെ ചെയ്തു. പൗലോസ് ആ പ്രസംഗം തീർന്ന് അവിടെ നിന്ന് പോയി. അപ്പോൾ പൗലോസ് പോയി കഴിഞ്ഞിട്ട് ഈ യൂത്തിക്കോസ് എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കണ്ടപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ ഉറങ്ങി വീണ ഒരാളുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. മക്കൾ ആരാധനായോഗങ്ങൾക്ക് പോയിട്ട് ഇങ്ങനെ ഉറങ്ങാറുണ്ടോ? ആരാധനായോഗങ്ങൾക്കും അല്ലെങ്കിൽ സഭയുടെ ഓരോ മീറ്റിങ്ങുകൾക്കും നമ്മൾ പോയിട്ട് ഇങ്ങനെ ഉറങ്ങാറുണ്ടോ? ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധ്യമില്ലാതെ ഈ കഥ കേൾക്കുന്ന ഏതെങ്കിലും കൊച്ചുമക്കൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മളവിടെ ദൈവം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണം ഇരിക്കാൻ. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുമോ? ടീച്ചർ പറയുന്ന കേൾക്കും, ടീച്ചർ പറയുന്ന രീതിയിൽ എഴുതും, അല്ലെങ്കിൽ അവിടെ അടങ്ങിയിരിക്കും. ഒരു അച്ചടക്കം അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞാലോ സഭയുടെ എന്ത് മീറ്റിങ്ങുകൾക്ക് പോയാലും നമ്മൾ അടങ്ങിയിരിക്കണം. നമ്മൾ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഭയത്തോടെ വേണം നമ്മളവിടെ ഇരിക്കാൻ. ഒരിക്കലും നമ്മളവിടുന്ന് ഇറങ്ങിപ്പോകാനോ അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. ആ ഭയത്തോടെ ഇരിക്കണം. നമ്മളവിടെ പോയി ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യൂത്തിക്കോസിനെ പോലെയൊക്കെ ഉറങ്ങി വീഴാനും അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂത്തിക്കോസിനെ പോലെ ആവരുത്. നല്ല മക്കളായിട്ട് സഭായോഗങ്ങൾക്ക് മീറ്റിങ്ങുകൾക്കെല്ലാം പോയി നന്നായിട്ട് ഇരുന്ന് അവിടെ പാട്ടുപാടി അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നല്ല മക്കളായിട്ട് ഇരിക്കണം. അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെ സഭയിലെ നമ്മുടെ ചർച്ചിലെ മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ ഈ യൂത്തിക്കോസിനെ ഓർക്കണം. അതുപോലെ മക്കൾ ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ ഭയത്തോടെ ഇരിക്കണം. അവിടുത്തെ മീറ്റിങ്ങുകളെ ഒന്നും നമ്മൾ ഉപേക്ഷയായിട്ട് തെറ്റായിട്ട് അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ വിചാരിച്ച് ഇടയ്ക്ക് ഇറങ്ങി പോവുക, വെള്ളം കുടിക്കാൻ പോവുക, മുള്ളാൻ പോവുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ്. അടുത്ത കഥയുമായിട്ട് വീണ്ടും ഒരു ദിവസം വരാം. സ്വീറ്റ് ഡ്രീംസ്. ബൈ.